നമസ്കാരം. സിനിമാ ലോകത്ത് ഇന്ന് ചർച്ചയാകുന്ന ഏറ്റവും പുതിയ വാർത്തയാണ് 2025 മമ്മൂക്കയുടെ ഏറ്റവും ഐക്കോണിക് കഥാപാത്രമായ സേതുരാം അയ്യരുടെ CBI 6 വരുമോ എന്നാണ് സിനിമാ പ്രേക്ഷകർ ഉറ്റുനോക്കുന്നത്. അതിനുള്ള തീപ്പൊരികൾ സിനിമാ ലോകത്ത് വീണു കഴിഞ്ഞിരിക്കുകയാണ്. റിപ്പോർട്ടുകൾ പ്രകാരം അഭിനവ് സുന്ദർ എന്ന പുതുമുഖ സംവിധായകൻ മമ്മൂക്കയുടെ CBI ചെയ്യാൻ ഒരുങ്ങുന്നു എന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. വിനീത് ശ്രീനിവാസൻ കേന്ദ്ര കഥാപാത്രമായി എത്തിയ അഡ്വക്കേറ്റ് മുകുന്ദനുണ്ണി അസോസിയേറ്റ് എന്ന സിനിമയിലൂടെ കഴിവ് തെളിയിച്ച അഭിനവ് സുന്ദർ അദ്ദേഹം ഏറ്റവും പുതിയ ഇന്റർവ്യൂവിൽ അന്ന് വ്യക്തമാക്കിയിരുന്നു, മമ്മൂക്കയുടെ CBI സീരീസുകളിൽ ഒരു ക്രൈം ത്രില്ലർ ചെയ്യാൻ അദ്ദേഹത്തിന് താല്പര്യമുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ഒരു പക്ഷേ മലയാള സിനിമയിൽ ആദ്യമായിട്ടായിരിക്കും ഒരു സൂപ്പർ താരത്തെക്കാൾ ആരാധകരുള്ള കഥാപാത്രം ജനിക്കുന്നത്. അത് CBI സീരീസിലൂടെയാണ്. കാരണം ആ ഒരു കഥാപാത്രത്തെ ഇഷ്ടപ്പെടുന്നത് മമ്മൂക്ക ആരാധകർ മാത്രമല്ല, അദ്ദേഹത്തെ വിമർശിക്കുന്നവർ പോലും ഇഷ്ടപ്പെടുന്ന ഒരു കഥാപാത്രമാണ് സേതുരാം അയ്യരുടേത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് അവസാനം ഇറങ്ങിയ CBI 5 എന്ന സിനിമ ഒരു ആവറേജിൽ ഒതുങ്ങുമെന്ന് കരുതിയെങ്കിൽ പോലും സൂപ്പർ ഹിറ്റ് സ്റ്റാറ്റസ് നേടാൻ കാരണം. ഇന്ന് നമ്മുടെ കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിലും കർണാടകത്തിലും ഈ ഒരു കഥാപാത്രത്തിന് വലിയ സ്വീകാര്യതയാണ് ഉള്ളത്. അങ്ങനെ നോക്കുമ്പോൾ CBI 6 വരുമ്പോൾ അതും പുതുതലമുറയോടൊപ്പം മമ്മൂക്ക സേതുരാം അയ്യരായി എത്തുമ്പോൾ സിനിമാ പ്രേക്ഷകർ വളരെയധികം പ്രതീക്ഷയായിരിക്കും കാത്തിരിക്കുന്നത് ആ ഒരു ചിത്രത്തിന് വേണ്ടി. അതോടൊപ്പം അഭിനവ് സുന്ദർ മമ്മൂക്കയോട് ഈ ഒരു കഥയെപ്പറ്റി സൂചിപ്പിച്ചിട്ടുണ്ടെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എല്ലാം സെറ്റായി വരികയാണെങ്കിൽ 2025 ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിക്കുകയും 2025 അവസാനത്തോടെ ചിത്രത്തിന്റെ റിലീസ് പ്ലാൻ ചെയ്യുകയും ചെയ്യുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ പുതുതലമുറയോടൊപ്പം മമ്മൂക്ക CBI 6 വരികയാണെങ്കിൽ നിങ്ങൾ ചിത്രം കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.